നമസ്കാരം. ഇറാനെതിരെ വീണ്ടും കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇറാനുമേൽ ഏത് നിമിഷവും ശക്തമായ സൈനിക ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാനിൽ നടത്താനിരുന്ന വ്യോമാക്രമണം ആരംഭിക്കാൻ 1 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് താൻ അതിൽ നിന്നും പിന്മാറാൻ ഉത്തരവിട്ടതെന്ന നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി പ്രാദേശിക ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ഇറാനുമേൽ നടത്താനിരുന്ന പുതിയ സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായി മാറ്റിവെച്ചതായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നത്. ചർച്ചകൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നാളെ നടത്താനിരുന്ന ആക്രമണം മാറ്റിവെച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് പൂർണ്ണമായും സ്വീകാര്യമായതും ഇറാന്റെ ആണവായുധ മോഹങ്ങളെ തടയുന്നതുമായൊരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫ് രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നത്. എന്നാൽ ആക്രമണം തൽക്കാലം ഒഴിവാക്കിയെങ്കിലും ആവശ്യമെങ്കിൽ ഏത് നിമിഷവും ഇറാനെതിരെ വൻതോതിലുള്ള സൈനിക നടപടിക്ക് തയ്യാറായിരിക്കാൻ ട്രംപ് തന്റെ സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 ആഴ്ച നീണ്ടുനിന്ന US-ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്കും ഇറാന്റെ തിരിച്ചടികൾക്കും ശേഷം നിലവിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സമാധാന ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ കരാർ വെന്റിലേറ്ററിലാണെന്ന ട്രംപിന്റെ മുൻ പരാമർശവും ഉടൻ തന്നെ യുദ്ധം പുനരാരംഭിക്കുമെന്ന ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴിയാണ് അമേരിക്കയ്ക്ക് കൈമാറിയതെന്ന് ഇറാന്റെ വിദേശ സൈനിക വക്താവ് ഇസ്മയിൽ ബഗായും അവകാശപ്പെട്ടു. എന്നാൽ ഇരുപക്ഷവും നിലപാടുകളിൽ അടിക്കടി മാറ്റം വരുത്തുകയാണെന്നും കരാറിലെത്താനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. തങ്ങളുടെ ആണവ പദ്ധതി ദീർഘകാലത്തേക്ക് നിർത്തിവെക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയ്ക്ക് കൈമാറുക, ഹോർമൂസ് കടലിടുക്ക് ഘട്ടങ്ങളായി തുറന്നുകൊടുക്കുക തുടങ്ങിയ വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറായതായി റിപ്പോർട്ടുകളുണ്ട്. പകരമായി ചർച്ചകൾ നടക്കുന്ന കാലയളവിൽ ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് മേലുള്ള ഉപരോധങ്ങൾ നീക്കാൻ അമേരിക്ക സമ്മതിച്ചതായി ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഇന്റർനെറ്റ് കേബിളുകൾക്ക് പെർമിറ്റ് ഏർപ്പെടുത്തുമെന്നും കപ്പലുകളിൽ നിന്നും ടോൾ ഈടാക്കുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് അമേരിക്ക. യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് ട്രംപിന് നിർണായകമാണ്. യുദ്ധം മൂലമുണ്ടാകുന്ന ആഭ്യന്തര ഇന്ധനവില വർധനവ് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിച്ചേക്കാം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായ ഉറപ്പുകളൊന്നും ലഭിച്ചില്ല. അതേസമയം ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും നേരിടുകയാണ്. ജനകീയ പ്രക്ഷോഭങ്ങളെ ഭയക്കുന്ന ഇറാൻ ഭരണകൂടം യുദ്ധം തുടങ്ങുന്നതിന് ശേഷം 5000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട്. സൈനിക നടപടികളിലേക്ക് കടക്കണോ അതോ ചർച്ചകൾ തുടരണോ എന്ന് തീരുമാനിക്കാൻ ട്രംപ് ഉടൻ തന്നെ ദേശീയ സുരക്ഷാ ഉപദേശകരുമായി കൂടിക്കാഴ്ച നടത്തും. ഭയപ്പെടുത്തുന്ന യുദ്ധ സാഹചര്യം ഒഴിവാക്കി സമാധാനപരമായ ചർച്ചകളുടെ ആണവായുധമില്ലാത്ത ഇറാനെ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് ട്രംപ് ഇപ്പോൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്.